ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരി തറവാട്ടിലേക്ക് വന്നു കഴിഞ്ഞു മീഡിയക്കാർ. അവർ വന്ന് ചോദ്യങ്ങൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോരോ കഥകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. എനിക്കൊരു ബന്ധമില്ലാത്ത കഥകളെന്ന് നമ്മുടെ ആദർശ് ഇങ്ങനെ പറയുമ്പം മേഡം ഇപ്പോൾ കേരളത്തിലെ നമ്പർ 1 ഡിസൈനറാണെന്നും ഹസ്ബൻഡിനെ പറ്റിയുള്ള ഈ ഒരു വാർത്തകൾ നിങ്ങളുടെ കുടുംബജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുമ്പം അതെന്തൊരു ചോദ്യമാണ്. അങ്ങനെ ബാധിച്ചെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ രീതിയിൽ ഇവിടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുമോ എന്ന് ചോദിച്ചു നയന. അപ്പോൾ മേഡത്തിന് ഇതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്നാണോ പറഞ്ഞു വരുന്നതെന്നൊക്കെ ഈ വന്നവർ ചോദിച്ചു. അപ്പോഴത്തേക്കും ദേവയാനി, അജയൻ, ജയൻ എല്ലാവരും വന്നു. അപ്പോൾ അതിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാത്രമല്ലേ എനിക്കതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ എന്ന് നയന പറയുമ്പോൾ, അപ്പോൾ പുറത്ത് വന്ന വാർത്തകളൊക്കെ നിങ്ങൾ നിഷേധിക്കുകയാണോ എന്ന് അവർ ചോദിച്ചു. അപ്പം അങ്ങനെ നിഷേധിക്കാതിരിക്കാനും ഇതൊരു രാഷ്ട്രീയക്കാരൻ്റെ വീടല്ല, ഒരു ബിസിനസ്സുകാരൻ്റെ വീടാണെന്ന് നയന പറഞ്ഞു. പക്ഷേ മേഡം, രാഷ്ട്രീയക്കാരെക്കാളും ലോകം അറിയുന്നൊരു തറവാടല്ലേ ഈ തറവാടും അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയും. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത വന്നപ്പോൾ പലരും കാര്യം അറിയാനായിട്ടുള്ള ആകാംക്ഷ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ, ആരാണ് ഈ പലര്? നിങ്ങൾ ചാനലുകാരല്ലേ എന്ന് ചോദിച്ചു ജയൻ. നിങ്ങൾക്ക് മൂർത്തീസ് ജ്വല്ലറിയെ താഴ്ത്തിക്കിട്ടാനൊരു അവസരം കിട്ടി, അത് നിങ്ങൾ മുതലാക്കാൻ നോക്കുമല്ലേ എന്ന് ചോദിച്ചു ജയൻ. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും വന്നു. എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഒരു വാർത്ത വന്നില്ലേ അച്ഛാ, അതിൻ്റെ ചൂട് പിടിച്ച് വന്നതാണെന്ന് മുത്തശ്ശനോട് ദേവയാനി പറയുമ്പം, എന്താ നിങ്ങൾക്കൊക്കെ അറിയേണ്ടതെന്ന് ചോദിച്ചു. അതുതന്നെ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ്റെ കൊച്ചുമോനെ പറ്റി വളരെ മോശമായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം, അതിനെന്താണെന്ന് ചോദിച്ചു മുത്തശ്ശൻ. അല്ല, അതിൻ്റെ സത്യാവസ്ഥ അറിയാനാണ് ഞങ്ങൾ വന്നതെന്ന് പറയുമ്പം, നിങ്ങളെ സത്യാവസ്ഥ ബോധിപ്പിച്ചാൽ എന്തായാലും ഉണ്ടായതൊക്കെ മാഞ്ഞു പോകുമെന്ന് ചോദിച്ചു മുത്തശ്ശനെ. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സാർ എന്നിവർ പറഞ്ഞു. അതായത് ഇവിടെ പറയുന്ന കാര്യങ്ങളും നേരത്തെ കേട്ട കഥകളും കൂടി കോർത്തിണക്കി പുതിയ കഥകൾ സൃഷ്ടിക്കണം അല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് അത് വിറ്റ് ജീവിക്കണം. അങ്ങനെ ഗതി കിട്ടാതെ കിടക്കുന്ന ചാനലുകാരൊന്നും അല്ല സാർ ഞങ്ങളെന്ന് വന്നവർ പറയുമ്പം, അങ്ങനെയാണെങ്കിൽ സത്യം അറിയാൻ ഇവിടേക്കല്ല വരേണ്ടതെന്ന് മുത്തശ്ശൻ പറഞ്ഞു. എൻ്റെ കൊച്ചുമോൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ചോദിക്കാൻ വന്നാൽ ഇവനെ ന്യായീകരിച്ച് മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ, അതല്ല നിങ്ങൾ വാർത്തയാക്കേണ്ടതെന്ന് മുത്തശ്ശൻ പറയുന്നു. യഥാർത്ഥ സംഭവം എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കണം, എന്നിട്ട് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നിങ്ങൾ കണ്ടെത്തണമെന്ന് മുത്തശ്ശൻ ഇവരോട് പറഞ്ഞു വിട്ടു. മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് കൊടുക്കുന്ന സ്വർണം ആൾക്കാർ 100% ആത്മവിശ്വാസത്തോടു കൂടിയാണ് വാങ്ങുന്നത്. അത് മറ്റു ജ്വല്ലറികളിൽ കൊടുക്കേണ്ടി വരുമ്പോൾ അതിൽ ഞങ്ങളുടെ മുദ്രയുണ്ടെങ്കിലും അവർക്ക് മറ്റു ചോദ്യങ്ങൾ ചോദിക്കാനും മാറ്റി ഉറയ്ക്കാനൊന്നും നിൽക്കില്ല എന്നും അത്രയ്ക്ക് പരിശുദ്ധിയുള്ള സ്വർണം തന്നെയാണ് മൂർത്തീസ് ജ്വല്ലറി പുറത്തുവിടുന്നതെന്ന കാര്യം മുത്തശ്ശൻ ഇവരോട് പറഞ്ഞു. അതിനേക്കാൾ പരിശുദ്ധിയുണ്ട് ഈ കുടുംബത്തിന്, ഇവിടുത്തെ അംഗങ്ങൾക്കും. ഇവരെ പറ്റിയുള്ള എൻ്റെ ധാരണ എന്താ, അതിന് വിരുദ്ധമായുള്ള എന്തെങ്കിലും മഞ്ഞ ചാനലിൽ വാർത്ത വന്നിട്ടുണ്ടെങ്കിലും ആ ചാനലുകാരുടെ പരിശുദ്ധി ആദ്യം നിങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞു, എന്നിട്ട് വേണം അനന്തപുരി തറവാടിൻ്റെ ഗേറ്റ് കടന്ന് വരാനെന്ന കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞു. മേലിൽ ഇത്തരം ചോദ്യങ്ങളുമായി ആരും ഇങ്ങോട്ടേക്ക് കയറി പോകരുതെന്നും പറഞ്ഞു. മീഡിയക്കാരെയൊക്കെ പറപ്പിച്ചു മുത്തശ്ശനെ. അപ്പോൾ ഒരുപാട് ഞങ്ങൾ സേവനങ്ങൾ ഓരോരുത്തർക്കായി ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ഞങ്ങൾ ആരോടും വിളിച്ചു പറയുന്നില്ല, ആർക്കും അത് ചർച്ച ചെയ്യാൻ അവസരവും കൊടുത്തിട്ടില്ല എന്ന് മുത്തശ്ശൻ പറയുക. പക്ഷേ ഈ കുടുംബത്തിൽ ഒരു ചെറിയ ചെളി ധരിച്ചപ്പോൾ അത് വലിയ തെറ്റാക്കി നിങ്ങൾ അങ്ങനെ ലോകം മുഴുവൻ അറിയിക്കാൻ നോക്കുക. അത് ഇന്നത്തോടെ നിർത്തിക്കോ, പുറത്ത് കിടന്ന് നിങ്ങൾക്ക് ചിലയ്ക്കാം ചാനലിലും, അത് ഈ വീട്ടിൽ വേണ്ടെന്നാ പറഞ്ഞതെന്നും പറഞ്ഞ് മുത്തശ്ശൻ എല്ലാവരെയും നാണം കെടുത്തി അവിടുന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ചാനലുകാരെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിലൊന്നും ഒരു കാര്യമില്ല അച്ഛാ എന്ന് അജയൻ പറഞ്ഞു. ചാനലുകാരെ അങ്ങനെ പിണക്കി വിടണ്ടായിരുന്നു അച്ഛാ എന്ന് അജയൻ പറയുമ്പോൾ, പിന്നെ എന്താ അവരെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ജയൻ. അല്ല, അവന്മാരിനി പുറത്ത് പോയിട്ട് എന്തൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അജയനെ. അപ്പോൾ പറയട്ടെ, അല്ലെങ്കിൽ കേൾക്കട്ടെ, കേൾക്കുന്നത് സത്യവിരുദ്ധമാണെങ്കിൽ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല, അതിൽ വേദനിക്കേണ്ട ആവശ്യമില്ലാതെ കുരയ്ക്കുന്നവരെ തൊണ്ടവേദന എടുക്കുമ്പോൾ അങ്ങ് നിർത്തിക്കോളൂ എന്നും മുത്തശ്ശൻ പറഞ്ഞു. നീയും മോളും ഇനി പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ ചാനലുകാരുടെ ആക്രമണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഒന്നിനും നിങ്ങൾ മറുപടി പറയാൻ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ നയനയോടും ആദർശനോടും പറഞ്ഞു. എങ്കിലും മുത്തശ്ശൻ്റെ പേര് കൂടി ഇതിനകത്ത് വലിച്ചഴിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പം, അതങ്ങനെയാ, നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനത്തിലും എതിരാളികളുണ്ടാകും. അതുപോലെ തന്നെ പ്രശ്നങ്ങളില്ലാത്ത കുടുംബത്തിലേക്ക് അയൽക്കാരും നാട്ടുകാരും എത്തി നോക്കുകയും ചെയ്യും. നാളെ നീ തെറ്റുകാരനല്ല എന്ന് തെളിയും ആദർശേ, അതിനൊരു സംശയമില്ല എന്ന് മുത്തശ്ശൻ പറയുകയാണ്. അത് നമുക്കൊരു വലിയ പരസ്യം തന്നെയാണ്. ഇപ്പം ചാനലുകാർ മൂർത്തീസ് ജ്വല്ലറിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പറയുന്നിടത്തോളം അവർ പറയട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ കൊടുക്കുന്ന സ്വർണത്തിൻ്റെ പരിശുദ്ധി കുറയാത്തിടത്തോളം കാലം ഇതൊന്നും നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന ഒന്നല്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ്
പിന്നെ നിന്റെ ഭാര്യയ്ക്കും അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ നിന്നെ വിശ്വാസമാണ്. കുടുംബത്തിലുള്ളവർ പൂർണ്ണമായും വിശ്വസിക്കുമ്പോൾ പുറത്തുള്ളവരോട് പണി നോക്കാൻ പറയാൻ പറഞ്ഞു. ആ മനോഭാവത്തോടെ ജീവിക്കാനും പറഞ്ഞു. വാടോ എന്നും പറഞ്ഞ് മുത്തശ്ശിയെയും വിളിച്ചുകൊണ്ട് മുത്തശ്ശനകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് അച്ഛൻ ഞങ്ങൾ പോയിട്ട് വരാൻ കേട്ടോ എന്നും പറഞ്ഞ് ആദർശം നേനെ ഇറങ്ങും. അച്ഛൻ പറഞ്ഞത് കേട്ടില്ല, പുറത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊന്ന് ചെവി കൊടുക്കരുതെന്ന് പറഞ്ഞു ദേവയാനി. ശരിയെന്ന് പറഞ്ഞാൽ അവരങ്ങ് പോകും. അപ്പോഴത്തേക്കും ജലജ ഇതൊക്കെ കണ്ട് ഇങ്ങനെ മിടുക്കിയായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാട്ടെ. ജലജയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ചാനലുകാരെ പിണക്കി വിട്ടു. ഇനി അവന്മാർ വാചക കസരത്ത് നടത്തി കിളവനെ പറ്റി കഥകൾ ഉണ്ടാക്കാതിരുന്ന കൊള്ളാം എന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ അവിടെ നിൽക്കുക. ഈ സമയം പിന്നെ കാണിക്കുന്ന അഭിയാട്ടോ. അഭി ഇങ്ങനെ ലാപ്ടോപ്പിലൊക്കെ മാന്തിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അവിടെ. അപ്പോഴാണ് ജലജ അതുവഴി വരുന്നത്, മകൻ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. നിനക്കെന്താണ് ഒരു സന്തോഷമില്ലാത്തതെന്ന് ചോദിച്ചു. അമ്മ എന്തീ പറയുന്നത്? അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് കരുതി എനിക്ക് സന്തോഷം കാണിച്ച് അങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താടാ നിന്നാൽ അതുകൊണ്ട് ഇപ്പോൾ എന്താടാ കുഴപ്പം എന്ന് ജലജ അന്നേരം ചോദിച്ചു. അപ്പോൾ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരിൽ ശിക്ഷാ നടപടികൾ ഉണ്ടായാൽ ഞാൻ കമ്പനിയിൽ നിന്ന് പുറത്താവില്ല അമ്മയെന്ന് ചോദിച്ചു അബി. അല്ലെങ്കിൽ നീ ഇപ്പോൾ ഒരു എംപ്ലോയി അല്ലേ, അതിനപ്പുറം എന്ത് അധികാരം നിനക്കുള്ളതെന്ന് ചോദിക്കുമ്പം എങ്കിലും ശമ്പളത്തിന് അവൻ കുറവൊന്നും വരുത്തിയിട്ടില്ല, എന്തിനാ അതില്ലാണ്ടാക്കുന്നു എന്ന് ചോദിച്ചു. എടാ നിന്നെ ഒതുക്കിയവന് നീ ഒരു കാരണവശാലും മാപ്പ് കൊടുക്കരുത്. അന്നേരം മകൻ അവസരങ്ങൾ വരും അമ്മേ, ദേ ഇപ്പം നമ്മൾ പിന്നിൽ നിന്ന് കളിക്കേണ്ട സമയമാണ്, ഒരിക്കലും കളത്തിലിറങ്ങി കളിക്കാൻ പാടില്ല എന്നും അതിനിപ്പോൾ പറ്റിയ ആൾക്കാരെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അവരെ കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്യിപ്പിക്കുക വേണ്ടതെന്ന് അബി പറയുമ്പം എന്തായാലും മൂടി വെച്ചതൊക്കെ പുറത്തു വന്നു. അപ്പം ഇതൊന്നും അല്ല, ഇനിയും വരാനുണ്ട് കുറച്ചധികം കാര്യങ്ങളെന്ന് പറയുമ്പം ജലജ നോക്കും എന്ത് അനന്തപുരി തറവാട്ടിലേക്ക് ചാനലുകാർ എത്തി നോക്കി കഴിഞ്ഞെന്നും ഇനി മൂർത്തീസ് ജ്വല്ലറിയുടെ എതിരാളികൾക്കുൾപ്പെടെ ഇവിടെ നടന്ന കാര്യങ്ങൾ അറിയാൻ ആകാംക്ഷ ഉണ്ടാകുമെന്നും പറഞ്ഞ് അങ്ങനെ ആകാംക്ഷയുള്ളവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കും അനാമിക എന്ന് പറഞ്ഞു അബി. എടാ അവൾ ഈ വീട്ടിൽ വന്നതേ നമുക്ക് എന്തായാലും നേട്ടമാടാ മോനെ എന്ന് ജലജ അന്നേരം പറയുക. ഇപ്പോൾ അവൾ ഈ വീട്ടിലില്ല, എന്നാലും അവൾ ഈ വീടിനൊരു ശല്യമാകുന്നത് കൊണ്ട് അതത്ര നിസ്സാര കാര്യമല്ലതുമാണ്. അപ്പോൾ അവൾ നല്ല കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഈ അബി പറയുക. അതിനുവേണ്ടി മാത്രമാണ് സത്യം പറഞ്ഞാൽ അനിയുടെ ഭാര്യയായിട്ട് അവൾ ഇവിടെ നിന്നത് തന്നെയെന്ന കാര്യവും അബി ഇങ്ങനെ പറയുവാണ്. അവൾ വേറെ പയ്യനെ കണ്ടുവച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പം അച്ഛന് തോന്നുന്നുണ്ടാവും അവളെ പുറത്താക്കേണ്ടിയിരുന്നില്ല എന്ന്. പുറത്താക്കിയില്ലെങ്കിൽ അവൾ പുറത്തേക്ക് പോകും, കിട്ടാനുള്ളതൊക്കെ അവൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അവൾ പോകും അമ്മ. പിന്നെ ഞാനിതിൻ്റെ പിന്നിലുണ്ടെന്ന് ആദർശനും അവൻ്റെ ഭാര്യയ്ക്കൊക്കെ സംശയം തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്നും കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ എന്തായാലും അച്ഛനും ആദർശനും പുറത്തേക്കൊന്നും ഇറങ്ങത്തില്ല, കാര്യങ്ങൾ അത്രത്തോളം ആയിട്ടുണ്ട് എന്നും പറഞ്ഞ് ഈ ജലജ ഇങ്ങനെ ആ മകനോട് പറഞ്ഞ് സന്തോഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുക രണ്ടുപേരും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുക നമ്മുടെ നന്ദു ഇങ്ങനെ വണ്ടിക്കാരെ ഒക്കെ നിർത്തി, ഹെൽമെറ്റ് വെക്കാതെ വരുന്നവരെയൊക്കെ നിർത്തി പൈസയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. സാറേ ദേ SI മേഡത്തിന് എന്നെ പരിചയമില്ലായിരിക്കും, സാറിന് എൻ്റെ മുഖപരിചയം മാത്രമല്ലല്ലോ, നമ്മൾ തമ്മിൽ കൂടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ASI സാറിനോട് പറയാം. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ CI സാറ് വരുന്നു. അപ്പോൾ മേഡം നമ്മളെ അങ്ങ് വിട്ടേക്ക്, സഹകരിച്ച് പോകേണ്ടവരാണ്, പിണക്കുന്നത്ര നല്ലതല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദു ഇയാൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മോനാ. അപ്പോൾ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. CI സാർ അങ്ങോട്ടേക്ക് വന്നു. CI സാർ വന്നപ്പം പഞ്ചായത്ത് പ്രസിഡൻ്റ് അല്ല, ഇന്ത്യൻ പ്രസിഡൻ്റ് ആയാലും നിയമം ലംഘിച്ച് പോലീസിനോട് തട്ടിക്കയറിയ വിവരം അറിയുമെന്ന് CI സാർ ആ ചെറുപ്പക്കാരനോട് പറയാം. അപ്പോൾ നന്ദുവൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ഇവള് പുലിയാണെങ്കിൽ ഞാൻ സിംഹമാണെന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമാണിതെന്ന് CI സാറ് മനസ്സിൽ ചിന്തിക്കാം. ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ റോഡിൽ കൂടെ പോകാനേ എനിക്ക് ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല സാർ എന്ന് പറഞ്ഞു ആ ചെറുപ്പക്കാരൻ. എന്നാൽ അങ്ങനെയുള്ളവനെ കൈവയ്ക്കാൻ എനിക്ക് ലൈസൻസ് വേണ്ടടാന്ന് പറഞ്ഞുകൊണ്ട് ആ സാറ് അടിക്കുവാണ്. അപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക നമ്മുടെ നന്ദുവൊക്കെ. നിൻ്റെ അച്ഛൻ പ്രസിഡൻ്റ് ആണെന്നല്ലേ പറഞ്ഞത്, അയാളോട് പറ നിനക്ക് തല്ല് കിട്ടി എന്നുള്ളതെന്നും പിന്നെ അയാൾ ഇതെല്ലാവരോടും പോയി പറയട്ടെ, അങ്ങനെ എല്ലാവരും എന്നെക്കുറിച്ച് അറിയട്ടെ എന്നും CI സാർ ആ ചെറുക്കനോട് പറയുന്നു. അപ്പം നിയമം ലംഘിക്കുന്നവർക്ക് ഈ സ്റ്റേഷൻ പരിധിയിലേ കുറയുമെന്നൊക്കെ ഇങ്ങനെ പറയണം. ഇനി ലൈസൻസ് ഇല്ലാതെ നിരത്തിൽ ഇറങ്ങിയാൽ നിന്നെയും നിരത്തും നിന്നെ ജനിച്ചപ്പനെയും നിരത്തും, വണ്ടി എടുത്തുകൊണ്ട് പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണേ. അതും പറഞ്ഞ് ആ ചെറുപ്പക്കാരനെ പറഞ്ഞു വിട്ടു. ആ ചെറുപ്പക്കാരൻ നന്ദുവിനെ ഇങ്ങനെ ഒന്ന് നോക്കിയേച്ച് അവിടെ നിന്ന് അങ്ങ് പോയി. അതങ്ങ് പോയി കഴിഞ്ഞപ്പം നേരത്തെ കേരള ബോർഡിലായിരുന്നത് കൊണ്ട് ഇടയ്ക്ക് കൈക്കും കാലിനൊക്കെ ഒരു വ്യായാമം ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ നന്ദുവിനോട് ഈ സാറ് പറയാം. ഇവിടെ വന്നതിന് ശേഷമേ അതൊന്നും ഇല്ലാന്നും. അപ്പോൾ ശരി ഓക്കെ നിങ്ങളുടെ ഡ്യൂട്ടി നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ അയാളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദു ഇയാളെപ്പറ്റി ഒന്നും മനസ്സിലാകുന്നില്ല. എന്നിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അയാൾക്കിട്ട് 2 അടിയും കൊടുത്തിട്ട് അയാൾ ഈ CI സാർ അങ്ങ് പോയി. ആ സമയത്ത് നമ്മുടെ ASI സാർ നന്ദുവിൻ്റെ അടുത്ത് വന്നിട്ട് അതെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തില്ല എന്ന് കരുതി അയാളെ തല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നോ
എന്ന് നന്ദുവിനോട് ചോദിക്കുമ്പം അത് തന്നെ ഞാനും ആലോചിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു ട്രാൻസ്ഫർ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ ഇനി അയാളുടെ കയ്യും കാലും ഒടിയോന്ന് എൻ്റെ പേടിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ CI സാറ് പറയുമ്പം നമ്മുടെ സാറിൻ്റെ പുറകെ 2 ഗുണ്ടകൾ ഇങ്ങനെ വരുന്നു. സാർ അതൊട്ടും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഗുണ്ടകൾ പുറകെ വരുമെന്നൊക്കെ. CI സാർ ചെറുപ്പക്കാരനെ അടിച്ചിട്ട് പോയ പോക്കാ. അങ്ങനെ കുറച്ച് ദൂരം അദ്ദേഹം അങ്ങ് പോയി. അങ്ങനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് 2 പേരും ഒന്ന് തടഞ്ഞു. പിന്നെ അവിടെ കിടന്ന് ഈ ഗുണ്ടകളുമായിട്ട് അദ്ദേഹം അടിയാണ്. കുറേ ഇടിയൊക്കെ അദ്ദേഹം കൊടുത്തു, പക്ഷെ തിരിച്ചു അദ്ദേഹത്തിന് കുറേ ഇടി കിട്ടി. പിന്നെ ഇവന്മാരെ എല്ലാം കൂടി ഇടിച്ച് സാർ പരുവാക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നന്ദുവും ആൾക്കാരും അതിലെ വരുന്നതും സാറിനെ ഇവന്മാർ ഉപദ്രവിക്കുന്നത് അവർ കാണുന്നു. പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തിയിട്ട് നമ്മുടെ നന്ദു ഓടി ഇറങ്ങി വന്നു. അങ്ങനെ വന്നിട്ട് ഈ സാറിനെ ഉപദ്രവിക്കുന്നവന്മാരെ അവിടെ ഇട്ട് എടുത്തിട്ട് ഇടിച്ച് പരുവാക്കും കേട്ടോ നന്ദു. അങ്ങനെ നന്ദു അവന്മാരെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സാറ്, അതായത് ഈ CI സാർ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. വന്നവൻ്റെ കൈയൊക്കെ പിടിച്ച് ഓട്ടിച്ച് നമ്മുടെ നന്ദു അവന്മാരെ പൂട്ടി. അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സാറിന് ഭയങ്കര മതിപ്പ് നന്ദുവിനോട്. അത് കഴിഞ്ഞ് നന്ദുവിനെ ഇങ്ങനെ നോക്കി. അത് കഴിഞ്ഞപ്പോൾ വന്ന ഗുണ്ടകൾക്കിട്ട് ഈ സാറ് അടിയൊക്കെ കൊടുക്കുക. ഇത് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മകൻ്റെ കൊട്ടേഷനാണെന്ന് മനസ്സിലായെന്നും അവൻ്റെ സ്വാധീനവും എത്രത്തോളമാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ നീയൊക്കെ ഇത്രയും പെട്ടെന്ന് എന്നെ തേടി വന്നതെന്നും ഈ സാറ് പറയാം. നന്ദുവൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ. പക്ഷേ ഇത് CI സച്ചിദാനന്ദന ആ പേര് പഞ്ചായത്ത് പ്രസിഡൻറ്റും മോനും മനസ്സിൽ കുറിച്ചിട്ടോളാം പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അവനെ എടുത്തിട്ട് ഇടിച്ചിട്ട് അവനെയും പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞു നന്ദുവിനോട് ആ സാർ. ഓ എൻ്റെ പൊന്നേ, അതെ എൻ്റെ ബൈക്ക് ഗസ്റ്റ് ഹൗസിൽ കൊണ്ട് വെച്ചേക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ തൽക്കാലം നിങ്ങൾക്കൊപ്പം വരാമെന്നും CI സാറ് പറയുക. അങ്ങനെ അതും പറഞ്ഞ് നന്ദുവിൻ്റെ ഒപ്പം CI സാർ അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അനന്തപുരി തറവാടും അതുപോലെ തന്നെ നമ്മുടെ വാർത്തയും TV-യും ഒക്കെയാണ് കാണിക്കുന്നത്. മൂർത്തി ജ്വല്ലറിയുടെ MD തകർത്ത് തരിപ്പണമാക്കിയത് അനഘ എന്നുള്ളൊരു പെൺകുട്ടിയുടെ ജീവിതമാണെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ്. സ്നേഹിച്ച് വശത്താക്കി ഈ പറയുന്ന അനഘയ്ക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ അവളെ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ട് മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിച്ച മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരാളാണ് പേരും പെരുമയുള്ള അനന്തമൂർത്തിയുടെ കൊച്ചുമകൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അജയൻ വന്ന് TV അങ്ങ് ഓഫ് ചെയ്തു. ഇതാരാ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജാനകി എന്ന് പറയുന്ന മുതലാ. അപ്പോൾ നീ ഈ വീടിൻ്റെ മരുമകൾ തന്നെയാണോടി എന്ന് ചോദിച്ചു. നിൻ്റെ മരുമകളുടെ പ്രസംഗം കേൾക്കാനാണോടി നീ ഇവിടെ ഇരിക്കുന്നത് എന്ന് അജയൻ വന്ന് ചോദിക്കാം. അപ്പോൾ ആണെങ്കിൽ കണക്കായിപ്പോയെന്ന് ജാനകി പറയുമ്പോൾ എന്ത് കണക്കായിപ്പോയെന്ന്, അവൾ ഈ കുടുംബത്തിനെ അപമാനിച്ചാണോടി എന്ന് ചോദിച്ചു അജയൻ. അതിനേക്കാളും കൂടുതൽ അവളെയും അവളുടെ കുടുംബത്തെയും ഈ വീട്ടിലുള്ളവർ അപമാനിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ മോൻ. ജാനകി അതും പറഞ്ഞുകൊണ്ടിരിക്കുക. അനി അവൾക്ക് അന്യനല്ല, അവളുടെ ഭർത്താവാണ്. അങ്ങനെ ഒരുത്തനാ അവളുമായി അവളുടെ അനിയത്തിയുമായി പറ്റിച്ചേർന്ന് നിന്നതെന്ന് പറയുമ്പോൾ അത് നിൻ്റെ മരുമകളുടെ പിടിപ്പുകേടല്ലേടി എന്ന് അജയൻ അന്നേരം ചോദിച്ചു. എൻ്റെ മരുമോളെന്ന് പറയുമ്പോൾ അത് അജയേട്ടൻ്റെയും കൂടെ മരുമോളല്ലേ, ഞാൻ അവളെ മരുമകളായിട്ട് കാണുന്നില്ല എന്ന് നിന്നോട് പറഞ്ഞതല്ലേടി. എൻ്റെ ഏട്ടത്തിക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയവളാണ് അവളെന്ന് അജയൻ പറയുമ്പം ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് ജലജ പറഞ്ഞു. അവൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. കാരണം അവളെ അങ്ങനെയാണ് അവളുടെ അച്ഛനും അമ്മയും വളർത്തി വഷളാക്കി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള ആണുങ്ങൾക്ക് സാരമായ തകരാറുണ്ടെന്നും അവരവരുടെ ഭാര്യയെയും മക്കളെയും പറ്റി ചിന്തിക്കില്ല എന്നും ജാനകി പറയുമ്പം എടി എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് അജയൻ അന്നേരം പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ മക്കളെ പോലെ ഒരു മക്കളായി ജനിക്കാൻ കഴിഞ്ഞെങ്കിൽ അഭിമാനിക്കുന്നവനാണടി ഞാനും എൻ്റെ ചേട്ടനും ഒക്കെ. അതുപോലെ തന്നെ ആദർശമാനിയൊക്കെ അച്ഛൻ്റെ കൊച്ചുമക്കളായി ജനിച്ചതിൽ സന്തോഷിക്കുന്നവരാണ്. അവിടെ പുഴുത്തുരുമ്പായി ജീവിക്കുന്ന ഒരുത്തനേ ഉള്ളൂ, അത് അബി മാത്രമാണ്. ആ അബിയേക്കാളും മോശമാണ് നിൻ്റെ മരുമോളെന്ന് അജയൻ പറയുമ്പോൾ എനിക്കങ്ങനെ ഒരു അഭിപ്രായം ഇല്ല എന്ന് ജാനകി. അവരെ കള്ളക്കേസിൽ കൊടുക്കുന്നതും കൊള്ളരുതാത്തവരാക്കുന്നതും ഈ വീട്ടിലെ മറ്റു ചിലരാ. അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നതേ അവളാ, നയനെന്ന് പറയുന്നവൾ. നയനമോളുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും നിൻ്റെ മരുമകൾക്കില്ല എന്ന് അജയൻ അന്നേരം ജാനകിയോട് പറഞ്ഞു. ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി കൊണ്ട് കാണിച്ചല്ലോ, അനാമികയുടെ പേരിൽ വാങ്ങിച്ചതാണെന്നും പറഞ്ഞു. അതൊന്നും അവളുടെ സ്വന്തമല്ല. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഒരു കാർ ഇവിടെ കൊണ്ടുവന്നിട്ടല്ലോ, എനിക്ക് കൊടുക്കാനാണെന്നും പറഞ്ഞ്. എന്നിട്ട് ആ കാർ എവിടെയെന്നൊക്കെ അജയൻ ജാനകിയോട് ചോദിക്കുക. ഈ വീട്ടിലുള്ളവർക്ക് സ്ത്രീധനമൊന്നും വേണ്ട, പക്ഷേ നമ്മൾ ആരും അറിയാതെയാണ് ഇങ്ങനെ ഒരു പൊങ്ങച്ചൊക്കെ അവർ കാണിച്ചതെന്ന് പറഞ്ഞു. ജാനകിയുടെ മോയ അട്ടപ്പിക്കും അജയൻ. എന്നിട്ടിപ്പോൾ ആ കുടുംബം കടത്തിൽ മുങ്ങി നിൽക്കുകയാണെന്നും ഏട്ടത്തി ഒരു നെക്ലേസ് കൊടുത്തപ്പോൾ അത് പലിശക്കാരന് കൊടുത്ത് കടം വീട്ടുകയായിരുന്നു അവളുടെ അച്ഛനെന്നും പറഞ്ഞു. അവരെ ഒന്നും ഇനി ബന്ധുവായി കാണാൻ എനിക്ക് പറ്റില്ല എന്നും അജയൻ പറഞ്ഞപ്പം ഈ വീട്ടിലെ രഹസ്യങ്ങളൊക്കെ അനാമിക മോൾക്ക് അറിയാം, അവളത് പരസ്യമാക്കുമെന്ന് പറഞ്ഞപ്പോൾ
ഓ അപ്പോൾ ഈ വാർത്തയുടെ പിന്നിൽ അവൾ തന്നെയാ, നിന്നോട് പറഞ്ഞിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേടി? അപ്പോൾ അതേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ, അവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഇനി ഇതിൻ്റെ പിന്നിൽ അവളാണെങ്കിൽ അവളെ കുറ്റം പറയാനും പറ്റില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാനെന്ന് ജാനകി അച്ഛനോട് പറഞ്ഞു. ഇവിടെ പലരും അനാമിക മോളെ പുറത്താക്കാൻ വേണ്ടി ചെയ്യാവുന്ന പണികളൊക്കെ ചെയ്തിട്ടില്ലേ? അവസാനം അവരുടെ ആഗ്രഹം എന്തായാലും നടന്നെന്നും പക്ഷേ നന്ദുവിനെ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാമെന്ന് അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കുന്നതല്ല എന്നും ജാനകി അജയനോട് പറയാം. പിന്നെ നടക്കും, നമ്മുടെ മോൻ അമ്മയെ വേണ്ടാന്ന് ആണെങ്കിലെന്നും പറഞ്ഞ് ഈ ജാനകി അവിടെ നിന്ന് പോയി. ഈ പിശാചിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ഓർത്താൽ അജയൻ തലയ്ക്ക് വട്ട് പിടിച്ച് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെ ആട്ടോ. നന്ദു അവിടെ ഇരുന്ന് മൊബൈലിൽ ഇങ്ങനെ വോയിസൊക്കെ കേൾക്കുക. തൊട്ടടുത്ത നിമിഷം തന്നെ നന്ദുവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു, അതായത് അവിടുത്തെ ലാൻഡ് ഫോണിലേക്ക്. അപ്പോൾ ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ CI സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ CI സാറിൻ്റെ അടുത്തേക്ക് ചെന്നു. അവരും നന്ദു ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നന്ദു അവിടെ വന്നിരുന്ന സമയത്ത് ഇയാളൊരു ഡയറിയൊക്കെ എടുത്ത് അതിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ നന്ദു ഇയാളെന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ സാർ ഇതൊക്കെയെന്ന് ചോദിച്ചു. അപ്പോൾ പ്രേമലേഖനങ്ങളാണെന്ന് ഇയാൾ നന്ദുവിനോട് പറയണം. ഓരോ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴും ആരാധന കൂടിയിട്ട് ഓരോ ആരാധികമാരയക്കുന്ന കത്തുകളാണെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദു ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഞാൻ എവിടെയും വീണിട്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറ്റിയൊരു പെൺകുട്ടി വരാത്തത് കൊണ്ടാണ് ഞാനൊരു ഭർത്താവാകാത്തത് എന്ന് സാർ നന്ദുവിനോട് പറഞ്ഞു. നന്ദു ചിരിക്കുക. നന്ദു മാരീഡ് അല്ലല്ലോ? അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാരീഡൊക്കെ ആവണ്ടേ എന്ന് CI സാർ നന്ദുവിനോട് ചോദിക്കുമ്പോൾ പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ടോ? അപ്പോൾ അങ്ങനൊന്നും ഇല്ല സാർ, ഒരു നടനുമായിട്ട് എനിക്ക് ചെറിയൊരു സാമ്യം ഉള്ളത് കൊണ്ട് 1-2 സിനിമയിലൊക്കെ എന്നെ വിളിച്ചതാ നായകനായിട്ടേ. അപ്പോൾ എനിക്ക് സിനിമയോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല. സിനിമാ ലോകത്ത് എന്തൊക്കെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? കാക്കിക്കുള്ളിൽ ഒരു കലാകാരനുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എനിക്കതിനോടൊന്നും യാതൊരു യോജിപ്പുമില്ല കേട്ടോ എന്ന് സാറ് പറഞ്ഞു. അപ്പോൾ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ സാർ? അത് തന്നെയാണ് എനിക്കും നന്ദുവിനോട് ചോദിക്കാനുള്ളത്. നന്ദുവിന് എന്നോട് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല സാർ, ഞാൻ പോയിക്കോട്ടെ. അപ്പോൾ പോണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ നന്ദു ഇരിക്കാം, എന്നാൽ പിന്നെ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നന്ദു ആണെങ്കിൽ പോകാൻ നോക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ വിളിക്കും കേട്ടോ. ശരി സാർ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദു അവിടെ നിന്ന് അങ്ങ് പോയി. നന്ദുവിന് മനസ്സിലായി ഇയാൾ ഇച്ചിരി പാരയാണെന്ന്. നന്ദു പോകുമ്പോൾ ഇയാളിങ്ങനെ ചിരിച്ച് നന്ദുവിനെ നോക്കിയിരുന്ന് ഉടനെ തന്നെ എനിക്കൊരു ട്രാൻസ്ഫർ ഉണ്ടാകും, ഇത്തവണ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, കൂട്ടുവിന് നന്ദുവും വേണമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്താണോ പാരകൾ വരുന്ന ഓരോരോ വഴികളെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ. സൂപ്പർ ഹിറ്റ് കഥകളും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.